എന്തുകൊണ്ടാ ഇപ്പം നല്ല മഴയുടെ അന്തരീക്ഷമല്ലേ? ഇതുപോലെ മഴയുള്ളപ്പോൾ അല്ലെങ്കിൽ ഇടിയും മിന്നലും ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിടും. അതെവിടെയാണെന്നറിയാമോ? ഇല്ല. ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അങ്ങനെ അടച്ചിടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം വിശ്വസിക്കപ്പെടുന്ന മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവർ അവരുടെ വനവാസ കാലത്തിൽ കേരളത്തിൽ വന്നു എന്നറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ശ്രുതിയുണ്ട്, അല്ലെങ്കിൽ ശ്രുതിയല്ല, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ അവര് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രിയപത്നിയായ ദ്രൗപദിക്ക് നീരാടാൻ വേണ്ടി ഭീമസൻ ഒരു വലിയ കുളം കുഴിച്ചു. അപ്പൊ ആ കുളത്തിൽ ദ്രൗപദി നീരാടാൻ പോയി കഴിഞ്ഞപ്പോൾ ദേവന്മാർ എത്തി നോക്കിയെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ദേവേന്ദ്രൻ അതിന് ചുറ്റുമായിട്ടൊരു 3 മലകൾ സ്ഥാപിക്കുകയും അപ്പൊ അതിനുശേഷം ദ്രൗപദി ആ കുളത്തിലേക്ക് കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ ചിറയില് ചെടികൾ പെട്ടെന്ന് പൂത്തൊലിഞ്ഞു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങൊരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട്. എവിടെ അറിയാവോ? അതുപോലെ തന്നെ കേരളത്തില് ഈ ഇടിമിന്നലുള്ളപ്പം ഏറ്റവും ആദ്യം ഇടിമിന്നൽ പതിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട്. അതെവിടെ അറിയാം? അതും ഇതുപോലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിടും അവിടെ. അതെവിടെ അറിയാമോ? അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു നരകപാലമുണ്ട്. അതെവിടെ അറിയാമോ? നരകപാലം. അങ്ങനെ ഒരു പാലമുണ്ട്. അതെവിടെ അറിയാമോ? അങ്ങനെ സ്ഥലം. അതായത് നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ലയില് ഉള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വിവരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതെവിടേക്കാന്ന് അറിയാമോ? ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലം ഇലവീഴ പൂഞ്ചിറ എന്ന് പറയും. അവിടെ നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ താഴെ വീട് കിടക്കുന്ന ഇലകളൊന്നും കാണൂല. അവിടെ അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഇടിമിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം പതിക്കുന്ന സ്ഥലമാണ് ഇല്ലിക്കൽക്കൽ എന്ന് പറയുന്നത്. അതുപോലെ അത് ഏതാണ്ട് 4000 അടി ഉയരത്തിലാണ്. ഈ ഇലവീഴ പൂഞ്ചിറ ഉള്ളത് 3400ഓളം അടി ഉയരത്തിലാണ്. അതിമനോഹരമായ ഈ സ്ഥലത്തേക്ക് നമ്മുടെ KSRTCയിലെ ചങ്ങനാശ്ശേരി KSRTCയിലെ BTCയിൽ നിന്നും ഒരു വിനോദയാത്ര പോവുകയുണ്ടായി. അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഏറ്റവും അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണണം. കാരണം ഏറ്റവും അവസാനം നമുക്ക് ചില സ്ഥലങ്ങൾ മിസ്സായി. അത് ഏതാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോ കാണാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. അപ്പം BTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് പറയാം. ബഡ്ജറ്റ് ടൂറിസം സെൽ എന്നാണ്. അതായത് KSRTCയുടെ ഒരു ബഡ്ജറ്റ് വിനോദ സഞ്ചാര പദ്ധതിയാണ്. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ആകാവുന്നതാണ്. ചങ്ങനാശ്ശേരി മാത്രമല്ല, കേരളത്തിൽ ഒട്ടുമുക്ക എല്ലാ ഡിപ്പോയിലും ബഡ്ജറ്റ് ടൂറിസം ഉണ്ട്. അപ്പോൾ അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലവീഴ പൂഞ്ചിറ ഇങ്ങനെ ഇല്ലിക്കൽക്കല്ല് വാഗമണ്ണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോവുകയുണ്ടായി. അതിൻ്റെ വിശേഷങ്ങൾ ആണ് കുറച്ച് മുമ്പേ പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിനെ നമ്മൾ കണ്ട കാഴ്ചകളിലേക്കുള്ള യാത്രയാണ്. നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നൽകുന്നത് കഴിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് ഇവിടെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ പാലായിലൊരു ഹോട്ടലാണ്. അവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ആലപ്പുഴ ഡിപ്പോയുടെ ബസ് ഉണ്ടെന്ന്, അതിനകത്ത് അതും ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം പോകുന്നത് ഇലവീഴ പൂഞ്ചിറയാണ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. കാരണം അവിടെ ഒരു ഇല പോലും വീണ് കിടക്കുന്ന കാണാൻ പറ്റില്ല. കാരണം ശക്തമായിട്ടുള്ള കാറ്റ് കൊണ്ടൊക്കെ അവിടെ ഇലകൾ നിൽക്കാത്തതാണെന്ന് പറഞ്ഞു തന്നെ. എന്തായാലും ശരി, നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അവിടെ ഒരു ഗുഹയാണ്, മുനിയറ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തോ അത് നമ്മുടെ മറയൂരുള്ള ടൈപ്പ് മുനിയറയല്ല, ഇതൊരു വലിയ ഗുഹയാണ്. നമുക്ക് ആ ഗുഹ ഒന്ന് പോയി കാണാം.
ഒന്നുമില്ല. ഒറ്റപ്പുറം ഇവിടം വരെ വെള്ളം. സാറേ ഇങ്ങോട്ട് നോക്കിയാ വരുന്നുണ്ടോ? അടിപൊളി. അത് കയറി ചെയ്തിട്ട് നിക്കാം അല്ലേ? നിക്കാം അല്ലേ? ഞാൻ ഇടിച്ചോ? അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എവിടെ എന്നറിയാമോ? ഈ ഇലവീഴ പൂഞ്ചിയുടെ ഏറ്റവും ഉയർന്ന പ്രദേശത്തേക്കാണ് പോകുന്നത്. അവിടെ ഏതാണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. നമുക്ക് അവിടെ ഒന്ന് പോയി കാണാം. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചുറ്റുപാടൊന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഈ പോകുന്ന സമയത്ത് കോടമഞ്ഞെന്ന് പറഞ്ഞാൽ അന്യായ കോടമഞ്ഞ്, ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞായിരുന്നു. ഭയങ്കര രസം പറഞ്ഞാൽ ഭയങ്കര ഫീലായിരുന്നു. എനിക്ക് കോടമഞ്ഞ് വലിയ ഇഷ്ടമാണ് കേട്ടോ. നമുക്കന്ന് പോയി കാണാം. കുറെ നടക്കാനുണ്ടായിരുന്നു, അത് അണയ്ക്കുന്നത്. ഇവിടെ മുഴുവൻ ചുറ്റും കോടയാണ് കേട്ടോ. കോടയെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കോട വേറെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ കോട, അതായത് ഭയങ്കര വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആലപ്പുഴ, എറണാകുളമായ ഭാഗമൊക്കെ കാണാം, വ്യക്തമാണെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മലങ്കര ഡാമൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല, മുഴുവൻ കോടയാണ്. കോട എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ ഇലവീഴ പൂഞ്ചിലെ പ്രധാന സ്ഥലമായ പഞ്ചപാണ്ഡവരുടെ പത്നിക്കായിട്ട് ഭീമസേനൻ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന കുളം കാണാൻ പോയത്. നമുക്കതൊന്ന് കാണാം. വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ കേട്ടോ. ഒരു രക്ഷയില്ല. തിരിച്ചു പോകുന്ന നല്ല മഴയെന്ന് പറയുന്നത് നല്ല കട്ട മഴ അങ്ങോട്ട് തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത മഴ. അത് നമ്മൾ നേരെ ഇല്ലിക്കക്കല്ലിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇല്ലിക്കക്കല്ലിന് പോകുന്ന വഴിക്കാണ് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഏർപ്പാടാക്കിയിരുന്നത്. അത് കഴിക്കാനായിട്ട് വാഹനം നിർത്തി. നല്ല മഴയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു.
ഓടി ശേഷം നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു നേരെ ഇല്ലിക്കക്കല്ലിലേക്ക്. ഞങ്ങൾ ഇല്ലിക്കക്കല്ലിൽ ചെന്നു. അവിടെ എല്ലാവർക്കും പാസ്സൊക്കെ എടുത്തു. ഒന്നാമതാണൊക്കെ വലിയ വാഹനങ്ങൾ അവിടെ ഒതുക്കിയിടാനുള്ള ഒരു സൗകര്യം വളരെ കുറവാണ്. ബസ്സൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പടങ്ങ ചെറുവണ്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒതുക്കിയിടാനോ ഒന്ന് വണ്ടി തിരിക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ ഇല്ലിക്കക്കല്ല്. കാരണം സ്ഥലപരിമിതി വളരെ കുറവാണ്. ഏതാണ്ട് 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മലയുടെ മണ്ടയ്ക്കാണ് നമ്മൾ പോകുന്നത്. ജീപ്പിൽ കയറി നമ്മൾ അവിടെ നിന്ന് നേരെ ഇല്ലിക്കക്കല്ലിന് മുകളിലേക്ക് പോവാം. ഇല്ലിക്കല്ലിൽ നമ്മളൊരു 65 രൂപ എടുത്ത് ജീപ്പിൽ ഒരു സ്പോട്ടിൽ കൊണ്ട് നമ്മൾ ഇറക്കി വിടും. ഒരു മലയുടെ മണ്ടയ്ക്കാണ്. അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചൊരു 300 മീറ്ററോളം നമ്മൾ നടക്കണം. ഞാൻ നടക്കുന്നതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാണണം. മഞ്ഞെന്ന് പറഞ്ഞാൽ കോടമഞ്ഞാണ്. ഇത് ഫ്രണ്ടും അത് തന്നെ. ഇത് കണ്ടില്ല, അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്. ഇതുപോലുള്ള കാലാവസ്ഥയിലൊക്കെ നമ്മളിവിടെ വരാം. രസമാണ്. വരുന്നുള്ളൂ അല്ലേ? കയറിക്കോ, അങ്ങോട്ട് കയറിക്കോ കാണും. അങ്ങനെ ഇല്ലിക്കക്കല്ലിൻ്റെ മേളിലെത്തി. ഇവിടെ നിന്നാണ് വ്യൂ പോയിന്റ് പറയാനുള്ളൂ. ഒരു കാണാൻ വയ്യ, അമ്മാതിരി മഞ്ഞ കണ്ടോണം. ഒരു ടവറാണ്. ഒന്നും കാണാൻ വയ്യ, മഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മാതിരി മഞ്ഞ. ഇവിടുത്തെ അടിപൊളി കസരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, മുഴുവൻ നിറഞ്ഞു കിടക്കും. എന്നെ അന്വേഷിച്ചെന്ന് പറയുന്നു. ഇതാ വരുന്നത്. കാരണം നമ്മൾ മേളുവശം ഒന്നും കാണത്തില്ല. ടവർ അടുത്ത ഒരാളോ ഒന്ന് മതിയോ? ഒന്നും കാണാൻ അതുപോലെ അവിടെ ഇതുപോലെ തന്നെ ഭയങ്കര മഞ്ഞാണ്. പിന്നെ ഈ മലയിൽ നിന്നും അടുത്തൊരു മലയിലേക്ക് ഒരു പാതയുണ്ട്. നരകപാലം എന്നാണ് അറിയപ്പെടുന്നത്. അതുവഴി നടന്നു പോയി കഴിഞ്ഞാൽ അപകടം സുരക്ഷിതമായിട്ടുണ്ടാകും. അങ്ങ് ഒരുപാട് പേരുടെ മരണപ്പെട്ടിട്ടുണ്ട്. അതിനാണ് നരകപാലം എന്നറിയപ്പെടുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ഇനി അടുത്ത് പോകുന്നത് വാഗമണിലേക്കാണ്. പക്ഷേ അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രകൃതി നമ്മളെ ആ ഒരു കാഴ്ചയിൽ നിന്നും വിലക്കിയെന്ന് വേണം പറയാം. കാരണം നമ്മളവിടെ വാഗമണിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തത് അവിടുത്തെ ലൈറ്റ്, അതായത് അഡ്വഞ്ചർ പാർക്കിലെ ലൈറ്റ് കാണാനായിട്ടാണ് പോകുന്നത്. അവിടെ ഭയങ്കര മനോഹരമായൊരു കാഴ്ചയാണത്. പെടും മഴയത്ത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മാനേജർ സുനിൽ എന്ന് പറയുന്ന സാറ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങളിവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാം, നിങ്ങൾ പോരാൻ പറഞ്ഞു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങളിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ
അതൊരു പൊക്കളാണോ? ബൈക്ക് വിട്ടിരിക്കുകയല്ലേ? ബൈക്ക് ഇരിക്കുമ്പോൾ ബൈക്ക് കറണ്ട് പോയതാണോ? കറണ്ട് പോയി. നിരാശയോടെ ഇനിയിപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞാൽ ശരിയില്ല. കാരണം ഒരുപാട് സമയം വൈകി. മഴ കാരണം നമുക്ക് ഒരുപാട് വൈകിയാണ് വാഗമണിലെത്തിയത്. അതുകൊണ്ട് ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് കണക്കൂട്ടി തന്നെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി തന്നെ നമ്മൾ തിരിച്ചു പോരുകയും ചെയ്തു. ഇതാണ് കഴിഞ്ഞ ട്രിപ്പിൽ ഉണ്ടായത്. എന്തായാലും ശരി, എല്ലാ കാഴ്ചകളും ഒന്നും നമുക്ക് വേണ്ടി ചിലപ്പം വിരുന്നൊരുക്കുന്നവരില്ല. ചിലപ്പം യാദൃശ്യമായിട്ട് കാണുന്ന കാഴ്ച ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ കണ്ണ് വിരുന്നാകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച് പോയാൽ ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നവരില്ല. എനിവേ, ഇനിയും ഇതുപോലുള്ള യാത്രകളുണ്ടാവും. മുടക്കുന്ന യാത്രകളല്ല, സക്സസ്ഫുൾ ആകുന്ന യാത്രകൾ ചങ്ങനാശ്ശേരി KSRTC ഡിപ്പോയിൽ നിന്നുണ്ടാവും. ചങ്ങനാശ്ശേരി KSRTC ഡിപ്പോയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലുള്ള ഒട്ടുമുക്ക എല്ലാ KSRTC ഡിപ്പോയിൽ നിന്നും BTCയുടെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വിനോദയാത്രകൾ ഏർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർ തൊട്ടടുത്തുള്ള KSRTC ഡിപ്പോയിൽ ചെന്ന് തിരക്കി കഴിഞ്ഞാൽ അവർക്ക് കോർഡിനേറ്റർ നമ്പർ കിട്ടും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഏതൊക്കെ ട്രിപ്പുകൾ എന്നൊക്കെയാണ് പോകുന്നത് നോക്കുക. നമ്മൾ ഉദ്ദേശിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രിപ്പുകൾ നമുക്ക് പോകാം. അതല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു ബോണസ് പോലെ കിട്ടുന്ന യാത്രകളുണ്ടെങ്കിൽ അതിന് നമുക്ക് പങ്കെടുക്കാം, അടിപൊളിയാക്കാം. ഈ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് അകലെയില്ലാത്ത, എന്നാൽ നമുക്ക് പരിചിതമല്ലാത്ത, നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആൾക്കാരോട് നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും നമ്മുടെ അയൽവക്കം തന്നെ. എല്ലാവരും ഇപ്പം മൊബൈൽ ഫോണിൽ തല കുറിച്ചിരിക്കുന്നതുകൊണ്ട് ആരെ കാണുന്നില്ല, അയൽവക്കം തന്നെ. അപ്പോൾ അവരൊന്ന് പരിചയപ്പെടാം, കൂടുതൽ സന്തോഷം ഷെയർ ചെയ്യാം, മനസ്സൊന്ന് റിലാക്സ് ചെയ്യാം. മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ട്രാവൽ ഈസ് എ മെഡിസിൻ. എല്ലാവർക്കും ശുഭദിനം. ഹാവ് എ നൈസ് ഡേ.